ഹൈബ്രിഡ് കഞ്ചാവുമായി കൊച്ചിയിലെ 2 സിനിമാ സംവിധായകർ ഉൾപ്പെടെ 3 പേർ അറസ്റ്റിലായി. ഖാലിദ് റഹ്മാൻ, അഷ്റഫ് ഹംസ എന്നീ സംവിധായകരാണ് 1.63 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവുമായി പുലർച്ചെ പിടിയിലായത്. 2 സംവിധായകരെയും ജാമ്യത്തിൽ വിട്ടു. ഇവർക്കൊപ്പം ഉണ്ടായിരുന്ന ഷാഹിദ് മുഹമ്മദ് എന്നയാൾ കസ്റ്റഡിയിൽ തുടരുകയുമാണ്. സംവിധായകനും ക്യാമറാമാനുമായ സമീർ താഹിറിന്റെ ഫ്ളാറ്റിൽ നിന്നാണ് ഇവരെ പിടികൂടിയിരിക്കുന്നത്. കേസിൽ സമീർ താഹിറിനെ വിളിപ്പിക്കുമെന്ന് പോലീസ് വ്യക്തമാക്കുന്നുണ്ട്. അവിടുന്ന് നമുക്കൊരു 1.65 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവും പിന്നെ അത് ഉപയോഗിക്കാനുള്ള ബോങ്ങും ക്രഷ് ചെയ്യുന്ന മെഷീൻസ് എല്ലാം അവിടുന്ന് ലഭിക്കുകയുണ്ടായി. ഈ NDPS ആക്ട് പ്രകാരം ഒരു ഡ്രഗ്സ് യൂസ് ചെയ്യാനായിട്ട് ഒരു ഇടം കൊടുത്താൽ തന്നെ അതൊരു ഒഫൻസാണത്. അതുകൊണ്ട് മാത്രമല്ല, ഇയാളുടെ റൂമിലാണ് ഇവർ സെറ്റിൽ ചെയ്തുകൊണ്ട് നമ്മൾ ആ റൂമിൻ്റെ ഉടമസ്ഥനെ നമ്മൾ ചോദ്യം ചെയ്യും. ആ നോട്ടീസ് അയച്ച് വിളിച്ച് വരുത്തിയിട്ട് ചോദ്യം ചെയ്യുന്നതാണ്. പ്രോസസ്സിനുള്ള ലീഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. ഹൈബ്രിഡ് കഞ്ചാവ് എവിടുന്നാണ് അവർ കൊണ്ടുവന്നുള്ളത് സംബന്ധിച്ച് ലീഡ് നമുക്ക് ലഭിച്ചിട്ടുണ്ട്. നമ്മളതിന് വളരെ വിശദമായിട്ട് അന്വേഷണം നടത്തി കണ്ടെത്തുന്നതാണ്. ആലപ്പുഴ കഞ്ചാവ് കേസുമായിട്ടൊരു ഒരു അടുപ്പം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇതുവരെ നമുക്കത് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല. ഇനിയിപ്പം മുന്നോട്ട് എങ്ങനെയാണെന്ന് അറിയില്ല. നമ്മുടെ അന്വേഷണം. ഖാലിദ് റഹ്മാനെയും അഷ്റഫ് ഹംസയെയും ഫെഫ്കയുടെ നിർദ്ദേശപ്രകാരം ഡയറക്ടേഴ്സ് യൂണിയൻ സസ്പെൻഡ് ചെയ്തു. നടപടിയിൽ വലിപ്പച്ചെറുപ്പമില്ലെന്ന് ഫെഫ്ക പ്രസിഡന്റ് സിബി മലയിൽ 24നോട് പറഞ്ഞു. ലഹരിക്കെതിരായ നടപടിയിൽ ഫെഫ്കയ്ക്ക് ഒപ്പമാണെന്ന് നിർമ്മാതാക്കളുടെ സംഘടനയും അറിയിക്കുന്നുണ്ട്. കൊച്ചിയിൽ നിന്ന് വിഷ്ണു സുരേഷ് എക്സൈസ് നടപടി സംബന്ധിച്ച വിശദാംശങ്ങളുമായി നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. എന്തായിരിക്കും ഈ വിഷയത്തിൽ ഫെഫ്കയുടെ നിലപാട്? അതിന്റെ വിവരങ്ങൾ നൽകാൻ അശ്വിൻ പാലാഴിയും നമ്മളോടൊപ്പമുണ്ട്. വിഷ്ണു, എപ്പോഴാണ് ഈ അറസ്റ്റ് നടന്നത്? എങ്ങനെയായിരുന്നു എക്സൈസിന്റെ ഓപ്പറേഷൻ? ഇവർ ഈ ഹൈബ്രിഡ് കഞ്ചാവ് സ്ഥിരമായി ഉപയോഗിക്കുന്നവരാണോ ഈ സംവിധായകർ? എവിടെ നിന്നാണ്? എന്താണ് ഇവരുടെ സോഴ്സ്? ആലപ്പുഴയിലെ ഈ ഹൈബ്രിഡ് കഞ്ചാവ് കേസിൽ അറസ്റ്റിലായ തസ്ലീമയുമായി ഇവർക്ക് ഏതെങ്കിലും തരത്തിൽ ബന്ധമുണ്ടോ? എന്താണ് എക്സൈസിന് കണ്ടുപിടിക്കാൻ കഴിഞ്ഞിരിക്കുന്നത്? ഗോപികൃഷ്ണൻ, ഇന്നലെ ശനിയാഴ്ച എക്സൈസിന്റെ സ്പെഷ്യൽ ഡ്രൈവ് നടക്കുന്ന ഒരു ദിവസമായിരുന്നു. അങ്ങനെ ഇന്നലെ പലയിടങ്ങൾ കേന്ദ്രീകരിച്ച് സ്പെഷ്യൽ സ്ക്വാഡ് പരിശോധന നടത്തുകയായിരുന്നു. ഇതിനിടയിലാണ് ഒരു വിവരം എക്സൈസിന്റെ സ്പെഷ്യൽ സ്ക്വാഡ് ഇൻസ്പെക്ടറായ പ്രമോദിന് ലഭിക്കുന്നത്. പൂർവ്വങ്കരയിലെ ഈ ഫ്ളാറ്റിൽ, സിനിമാക്കാർ താമസിക്കുന്ന ഫ്ളാറ്റിൽ ഇത്തരത്തിൽ കഞ്ചാവ് ഉപയോഗമുണ്ട് എന്ന വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് 1 മണിയോടുകൂടി പ്രമോദും ടീമും അങ്ങോട്ടേക്ക് എത്തുന്നത്. അവിടെ ഒരു 2 മണിവരെ പരിശോധന നടത്തുന്ന ഘട്ടത്തിലാണ് ഇവർ ആ റൂമിൽ നിന്ന് 506 റൂമിൽ നിന്ന് ഇത്തരത്തിൽ ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടുന്നത്. ഇത് ആരൊക്കെയാണ് എന്നുള്ള കാര്യത്തിൽ എക്സൈസ് ഉദ്യോഗസ്ഥർക്ക് വലിയ ധാരണ ഉണ്ടായിരുന്നില്ല. പിന്നീട് പിടികൂടിയ ഘട്ടത്തിൽ ഇവരെ ചോദ്യം ചെയ്തപ്പോഴാണ് ഇത് അഷ്റഫ് ഹംസയും ഖാലിദ് റഹ്മാനാണ്, ഇവർ പ്രമുഖരായ സംവിധായകരാണെന്നുള്ള കാര്യം ഇവർ തന്നെ പോലീസ് എക്സൈസിനോട് പറഞ്ഞത്. അതുമായി ബന്ധപ്പെട്ട് തുടർ പരിശോധനകൾ നടത്താനാണ് നിലവിൽ എക്സൈസ് തീരുമാനിച്ചിരിക്കുന്നത്. 1.6 ഗ്രാം ഹൈബ്രിഡ് കഞ്ചാവ് പിടികൂടിയ പശ്ചാത്തലത്തിൽ ഇന്ന് രാവിലെ തന്നെ ഇരുവർക്കും ജാമ്യം നൽകി വിട്ടിരുന്നു. പക്ഷേ ഇത് അങ്ങനെ ഒരു കേസായി മാത്രം എക്സൈസ് കണക്കാക്കുന്നില്ല. പ്രത്യേകിച്ച് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട്, ലഹരി ഉപയോഗവുമായി ബന്ധപ്പെട്ട് വലിയ വിമർശനങ്ങളും ആരോപണങ്ങളുമൊക്കെ ഉയർന്നിരുന്ന പശ്ചാത്തലത്തിൽ ഈ കേസ് ഒരു ലീഡായി എടുത്ത് സിനിമാ മേഖലയിൽ തുടർ പരിശോധനകൾ നടത്താനാണ് എക്സൈസ് തീരുമാനിച്ചിരിക്കുന്നത്. ഇവർക്ക് എവിടെ നിന്ന് ലഹരി കിട്ടി എന്നതിന്റെ ഒരു ഏറെക്കുറെ വിവരങ്ങൾ എക്സൈസിന്റെ പക്കലുണ്ട്. പ്രധാന ആളുകളിലേക്ക് എത്താനാകുമെന്ന പ്രതീക്ഷയും അവർ പങ്കുവെക്കുന്നുണ്ട്. അടുത്ത നടപടിയായി ഈ ഫ്ളാറ്റ് സമീർ താഹിർ എന്ന ഛായാഗ്രഹന്റെ പേരിലാണുള്ളത്. സമീർ താഹിറിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യാൻ എക്സൈസ് തീരുമാനിച്ചിരിക്കുന്നു. NDPS ആക്ട് പ്രകാരം ഇത്തരത്തിൽ ലഹരി ഉപയോഗിക്കാൻ സ്ഥലമൊരുക്കി നൽകുന്നതും ഒരു പ്രധാനപ്പെട്ട ക്രൈമാണ്. സമീറിനെ വിളിച്ച് ചോദ്യം ചെയ്യുന്ന ഘട്ടത്തിൽ ഇവരുടെ ലഹരി ഉപയോഗത്തെക്കുറിച്ച് സമീറിന് നേരത്തെ അറിയാമെങ്കിൽ സമീറിനെ പ്രതി ചേർക്കുമെന്നാണ് എക്സൈസ് ഡെപ്യൂട്ടി കമ്മീഷണർ വ്യക്തമാക്കിയിട്ടുള്ളത്. ഈ മുറിയിൽ നിന്ന് കഞ്ചാവിനൊപ്പം ഇത് വലിക്കാൻ ഉപയോഗിക്കുന്ന ബോംഗ്, അതോടൊപ്പം തന്നെ ക്രഷർ തുടങ്ങിയ വസ്തുക്കളൊക്കെ എക്സൈസ് കണ്ടെത്തിയിരുന്നു. അങ്ങനെയാണ് ഇവർ സ്ഥിരമായി ഇത്തരത്തിൽ കഞ്ചാവ് ഉപയോഗിക്കുന്ന സംഘമാണ് എന്നൊരു വിലയിരുത്തലിലേക്ക് എക്സൈസ് എത്തിയിരിക്കുന്നത്. ഒപ്പം സിനിമാ മേഖലയിലെ ലൊക്കേഷനുകൾ കേന്ദ്രീകരിച്ച് കൂടുതൽ പരിശോധനകൾ ശക്തമാക്കാൻ എക്സൈസ് തീരുമാനിച്ചിരിക്കുന്നു. അത് ഈ അറസ്റ്റിന്റെ കൂടി പശ്ചാത്തലത്തിലാണ്. ഈ വർഷം, അതായത് ഒരു വർഷത്തിനിടയിൽ മാത്രം ഇത് 8ാമത്തെ കേസാണ്. പോലീസും എക്സൈസും ചേർന്നുള്ള 8ാമത്തെ കേസാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ലഹരി ഉപയോഗം ബന്ധപ്പെട്ട് എടുക്കുന്നത്. അതിലേറ്റവും പ്രധാനപ്പെട്ട വമ്പന്മാർ പിടിയിലായ ഒരു കേസ് എന്നിതിനെ വിശേഷിപ്പിക്കാം. ആലപ്പുഴയിലെ തസ്ലീമയെ പിടികൂടി അതുമായി ബന്ധപ്പെട്ട അന്വേഷണമൊക്കെ പുരോഗമിക്കുകയാണ്. ഏതെങ്കിലും തരത്തിൽ തസ്ലീമയുമായി ഇന്ന് പിടിയിലായ ഈ ഖാലിദ് റഹ്മാനും അതോടൊപ്പം തന്നെ അഷ്റഫ് ഹംസക്കും ബന്ധമുണ്ടോ എന്ന് വിശദമായി പരിശോധിക്കുമെന്ന് എക്സൈസ് സംഘം അറിയിച്ചിട്ടുണ്ട്. പ്രാഥമികമായി അതുമായി ബന്ധപ്പെട്ടുള്ള തെളിവുകളൊന്നും ലഭിച്ചിട്ടില്ല. പക്ഷേ ആ സാധ്യത കൂടി എക്സൈസ് വിശദമായി പരിശോധിക്കും. ഒപ്പം ഇവർക്ക് ആരാണ് ഈ ലഹരി നൽകിയത് എന്നുള്ളത് കേന്ദ്രീകരിച്ച് തന്നെയാണ് എക്സൈസിന്റെ അന്വേഷണം. സിനിമാ സെറ്റുകളിൽ അസിസ്റ്റന്റുകൾ ഇത്തരത്തിൽ ലഹരി വിൽപ്പന നടത്താറുണ്ട് എന്നാണ് പ്രാഥമികമായി എക്സൈസിനും പോലീസിനും ഒക്കെ ലഭിച്ചിട്ടുള്ള വിവരം. അപ്പോൾ ഇവർ വർക്ക് ചെയ്തിട്ടുള്ള സിനിമകളുമായി ബന്ധപ്പെട്ട് അവർക്കാരെങ്കിലും നൽകിയതാണോ എന്ന കാര്യമൊക്കെ വിശദമായി പരിശോധിക്കുന്നു. ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറസ്റ്റ് ഉണ്ടാകുമെന്നാണ് ഡെപ്യൂട്ടി കമ്മീഷണർ നമ്മളോട് വ്യക്തമാക്കിയിട്ടുള്ളത്. അതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധനകളാണ് നിലവിൽ പുരോഗമിക്കുകയും ചെയ്യുന്നത്.